ഹായ് എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് 10 തൊട്ട് 15 ലക്ഷം രൂപ വരെ ബഡ്ജറ്റിൽ കിട്ടുന്ന ബെസ്റ്റ് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ മാനുവൽ കോമ്പാക്ട് SUV ഏതാണെന്നുള്ളതാണ്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ കൂടുതൽ മെസ്സേജ് വരുന്ന ഒരു പ്രൈസ് സെഗ്മെൻറ്റ് വാഹനങ്ങളിലെ 10-15 ലക്ഷത്തിനും ഇടയിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ചോദിക്കുന്നത് കോമ്പാക്ട് SUVകളുടെ കമ്പാരിസനാണ്. പലരും നെക്സോണുള്ള ബ്രസ ഇതിനകത്ത് ഏതാണ് എടുക്കേണ്ടതെന്ന് ചോദിക്കും. സോണറ്റ് എടുത്തിട്ട് സോണറ്റ് വേഴ്സസ് ബ്രസ ഇതിനകത്ത് ഏതാണ് നല്ലതെന്ന് ചോദിക്കും. അപ്പോൾ ആ സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളായ ബ്രസ, നെക്സോൺ, പുതിയ വെന്യൂ, കിയ സോണറ്റ്, XUV 3XO, പുതിയ കൈലാക്ക്, ഇത്രയും വാഹനങ്ങളിൽ ഏതാണ് ബെസ്റ്റ്, എന്തുകൊണ്ട്, അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. ഈ വാഹനങ്ങളുടെ എല്ലാം പോസിറ്റീവ്സും നെഗറ്റീവ്സും നമുക്കൊന്ന് നോക്കാം. 10 തൊട്ട് 15 ലക്ഷം രൂപ വരെ ബഡ്ജറ്റ് വാഹനം നോക്കുന്നവർ അതുപോലെ തന്നെ കൂടുതലും ഓട്ടോമാറ്റിക്കാണ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളുടെ സെയിൽസ് നോക്കുകയാണെങ്കിൽ ഒരു 60 to 70% ആളുകൾ ചൂസ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കും, ഒരു 30% ആളുകൾ ആണ് മാനുവലും ചൂസ് ചെയ്യണുള്ളൂ. ഇപ്പോൾ ഓൾ ഇന്ത്യയിലെ ഒരു സെയിൽ നോക്കുകയാണെങ്കിലും ഒരു 50% കൂടുതൽ ആളുകൾ ഇപ്പോൾ ഓട്ടോമാറ്റിക്കിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രോപ്പർ ഓട്ടോമാറ്റിക് കാർ വേണം എങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്ന സെഗ്മെൻറ്റ് നമ്മളുടെ കോമ്പാക്ട് SUV സെഗ്മെൻറ്റുകളാണ്. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളിൽ ഈ ഒരു ബഡ്ജറ്റിൽ ഏതാണ് നോക്കേണ്ടത്? 15 ലക്ഷം രൂപയെ താഴെ 10 ലക്ഷത്തിന് മുകളിലേക്കുള്ള വാഹനങ്ങളിൽ ഏത് ബ്രാൻഡിൻ്റെ ഏത് വാഹനം നോക്കണം, ഡീറ്റെയിൽഡായിട്ട് ചെക്ക് ചെയ്യാം. ഈ സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളുടെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് കാണാണ്ട് പറയാമെന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. നമുക്ക് നെക്സോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കാരണം 2026 ജനുവരിയിൽ ഏറ്റവും കൂടുതൽ വിറ്റൊരു വാഹനമാണ് ഇന്ത്യയിലെ നെക്സോൺ. നമ്മളുടെ കാറ്റഗറിയിൽ വരുന്നൊരു വാഹനവുമാണ് നെക്സോൺ. അപ്പോൾ നെക്സോണിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഓൺ റോഡ് പ്രൈസ് 9 ലക്ഷം രൂപ തൊട്ട് 18 ലക്ഷം രൂപ വരെയാണ് നിൽക്കുന്നത്. അത് നമ്മൾ EV ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. പെട്രോൾ, ഡീസൽ, CNG വാഹനങ്ങളുടെ പ്രൈസാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ നെക്സോണിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് പെട്രോൾ ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിൽ ഓട്ടോമാറ്റിക്കും AMTയും മാനുവലും വരുന്നുണ്ട്. ഡീസലിൽ മാനുവലും ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്. CNGയിൽ മാനുവലും അവൈലബിൾ ആണ്. ഇനി നെക്സോണിൻ്റെ പോസിറ്റീവ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നെക്സോണിൻ്റെ ഫസ്റ്റ് പോസിറ്റീവ് അതിൻ്റെ സേഫ്റ്റി തന്നെയാണ്. ഗ്ലോബൽ NCAPൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു ഇന്ത്യൻ മാനുഫാക്ചറർ വാഹനമാണ് നെക്സോൺ. രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പെട്രോൾ, ഡീസൽ, CNG എല്ലാ ഫ്യൂവൽ ഓപ്ഷൻസിലും ആ വാഹനം അവൈലബിൾ ആണ്. പിന്നെ അടുത്തൊരു പോസിറ്റീവായിട്ട് പറയാവുന്നത് ചീപ്പസ്റ്റ് ഓട്ടോമാറ്റിക് ഇൻ ദ സെഗ്മെൻറ്റ്, അതായത് കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ 10,20,000 രൂപ 10,20,000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു AMT ഓട്ടോമാറ്റിക് ആണെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുന്നത് നെക്സോണിൽ മാത്രമാണ്. പിന്നെ ഡീസലിൽ നമുക്ക് AMT അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്, അതും ഒരു പോസിറ്റീവാണ്. പിന്നെ സെക്കൻഡ് വേരിയൻറ്റ് തൊട്ടേ നെക്സോണിൻ്റെ അടുത്തൊരു പോസിറ്റീവായിട്ട് പറയാവുന്നത് സെക്കൻഡ് വേരിയൻറ്റ്, അതായത് 9 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിലുള്ള വാഹനത്തിൽ പോലും അത്യാവശ്യം ഫീച്ചേഴ്സ് ടാറ്റ കൊടുത്തിട്ടുണ്ട്, അതും ഒരു പോസിറ്റീവാണ്. അടുത്തൊരു പോസിറ്റീവായിട്ട് പറയാവുന്നതാണ് പെട്രോളും ഡീസൽ എഞ്ചിനും ഡീസൽ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനുകളാണ്. ഇപ്പോൾ 1.2 3 സിലിണ്ടർ ടർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണെങ്കിൽ 115 HP അടുത്ത് പെട്രോളും ഡീസലും ഏകദേശം ഓൾമോസ്റ്റ് സിമിലർ ഔട്ട്പുട്ട് തരുന്ന 4 സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നെഗറ്റീവ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് പെട്രോൾ എഞ്ചിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി തന്നെയാണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ഉപയോഗിക്കുന്നവർക്ക് 12ഉം 13ഉം ഒക്കെയാണ് ആവറേജ് മൈലേജ് ലഭിക്കുന്നത്. അത് ഒന്നാമത്തെ നെഗറ്റീവ്. രണ്ടാമത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് റീസെയിൽ വാല്യൂ ആണ്. ഇപ്പോൾ എൻ്റെ ബ്രസ ഞാൻ കൊടുത്ത സമയത്ത് എനിക്ക് ഒരു 1.5 ലക്ഷം രൂപയെ നഷ്ടം വന്നുള്ളൂ. ഈ കഴിഞ്ഞ ദിവസം 2018-19 മോഡൽ 18ആണോ 19ആണോ ഒരു നെക്സോൺ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൊടുക്കാനുണ്ടായിരുന്നു. ആ വണ്ടിക്ക് ഓൺലൈൻ മാർക്കറ്റിൽ കിട്ടുന്ന വില അല്ലെങ്കിൽ അവർ ഇട്ടിരിക്കുന്ന വില 3.25 ലക്ഷം രൂപയാണ്. ഏകദേശം 9.5-10 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ വണ്ടിക്ക് റീസെയിൽ മാർക്കറ്റിൽ ഒട്ടും ഡിമാൻഡില്ല, അതൊരു നെഗറ്റീവാണ്. പിന്നെ നമ്മൾ ഓൺലൈനിലൊക്കെ കാണുന്ന സർവീസ് സെൻറ്ററുകളിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, കാരണം ടാറ്റയ്ക്ക് ഒരു നല്ല വാഹനം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അറിയാം, പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആളുകളില്ല എന്നുള്ളൊരു കൺസേൺസ് പല സ്ഥലത്തു നിന്നും കേൾക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേയൊക്കെ അത് ഫിക്സ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ റിലയബിലിറ്റി ഇഷ്യൂസ് എന്ന് പറയും, അതായത് ചിലപ്പോൾ ഒരു 10,000 അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ റാറ്ററിങ് സൗണ്ട്സ് വരിക, അല്ലെങ്കിൽ കൂടുതൽ കംപ്ലൈൻറ്റുകൾ കാണിക്കുക, അതും ഒരു നെഗറ്റീവാണ്. പിന്നെ നമുക്കിതിനകത്ത് ആ ഒരു 1.2 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നെക്സോണിൻ്റെ പെട്രോൾ ആണെങ്കിലും ഡീസലാണെങ്കിലും അത്യാവശ്യം ഇൻറ്റീരിയറിലേക്ക് അതിൻ്റെ സൗണ്ട് കാര്യങ്ങൾക്ക് ഓഡിബിളാണ്. അതായത് ഒട്ടും നോയിസ് ക്യാൻസലേഷനൊക്കെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ NVH ഒക്കെ നോക്കുകയാണെങ്കിൽ ഒട്ടും പക്കയായിട്ടുള്ളൊരു വാഹനമല്ല നെക്സോൺ. അപ്പോൾ ഇതാണ് നെക്സോണിൻ്റെ ഒരു പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ്. ഇപ്പോൾ നെക്സോണിൽ പോസിറ്റീവ് പറയുകയാണെങ്കിൽ ദ ബെസ്റ്റ് പോസിറ്റീവ് എന്ന് പറയാനായിട്ടുള്ളത് ആ ഒരു ബേസ് സെക്കൻഡ് വേരിയൻറ്റ് തൊട്ട്, അതായത് 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ 10,20,000 രൂപയ്ക്ക് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് കിട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. അത് സ്മാർട്ട് പ്ലസ് വേരിയൻറ്റിൽ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും ഉൾപ്പെടുത്താം.
ഇനി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്താവുന്ന ഒരു കാര്യമാണ് 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ടാറ്റയിൽ വേറെ 2 വാഹനങ്ങൾ കൂടി നമുക്ക് ലഭിക്കും. ഒന്ന് നമ്മുടെ റീസെൻ്റ്ലി ലോഞ്ച് ചെയ്ത പഞ്ചാണ്. പഞ്ചിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റുകൾക്ക് 10.5 ലക്ഷം രൂപയുടെ അടുത്താണ് പ്രൈസ് വരുന്നത്. അതല്ലെങ്കിൽ കർവിൻ്റെ ഒരു ബേസ് വേരിയൻറ്റിനും സെക്കൻഡ് വേരിയൻ്റൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ലഭിക്കും. അപ്പോൾ നെക്സോൺ വേണ്ട, നിങ്ങൾക്ക് ടാറ്റയുടെ വേറൊരു വാഹനമാണ് ഈ ബഡ്ജറ്റിൽ നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ 2 വാഹനങ്ങളും കൂടി കൺസിഡർ ചെയ്യാം. ഇനി അടുത്ത വാഹനമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ബ്രസയാണ്. ബ്രസയുടെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 9.5 ലക്ഷം രൂപ തൊട്ട് 17 ലക്ഷം രൂപ വരെയാണ് ബ്രസയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ബ്രസയുടെ എഞ്ചിനാണെങ്കിൽ നമ്മുടെ 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പെക്ട് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ്. അത് വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ആയിട്ടാണ് വരുന്നത്. ബ്രസയിൽ നമുക്ക് പെട്രോളും CNG മാത്രമേ വരുന്നുള്ളൂ, ഡീസൽ ഓപ്ഷൻസ് കൊടുത്തിട്ടില്ല. അതൊരു നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്, ടർബോയും വരുന്നില്ല. പിന്നെ മൈലേജ് നോക്കുകയാണെങ്കിൽ 14 തൊട്ട് ഒരു 16-17 വരെയൊക്കെ ബ്രസയ്ക്ക് ആവറേജ് മൈലേജും ലഭിക്കും. ഇനി ബ്രസയുടെ പോസിറ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ബ്രസയിൽ കൊടുത്തിരിക്കുന്ന ഒരു എഞ്ചിനാണ് 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിൻ. സെഗ്മെൻറ്റിലെ മോസ്റ്റ് സൈലൻറ്റ്, ക്വയറ്റ്, റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് നമ്മളുടെ ബ്രസയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ വാഹനത്തിന് കിട്ടുന്ന കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു മൈലേജ്, അതും ഒരു പോസിറ്റീവാണ്. എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാലും ഒരു 14-നും 17-നും ഇടയ്ക്ക് നമുക്ക് മൈലേജ് കിട്ടും. അപ്പോൾ ആവറേജ് മൈലേജ് ഒരു 15 എന്ന് നമുക്ക് പറയാം. പിന്നെ അടുത്തൊരു പോസിറ്റീവായിട്ട് പറയാവുന്ന ലോ മെയിൻ്റനൻസ് കോസ്റ്റാണ്. ഞാൻ 2-3 കൊല്ലം വാഹനം ഓടിച്ചു. എനിക്കതിനകത്തുനിന്ന് വന്ന ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ബാക്കിലൊരു സെൻസറിൻ്റെ കംപ്ലയിൻറ്റ് മാത്രമാണ്, അതല്ലാണ്ട് വേറെ യാതൊരു പ്രശ്നവും ആ വാഹനത്തിൽ ഉണ്ടായില്ല. അപ്പോൾ വളരെ ലോ മെയിൻ്റനൻസ് കോസ്റ്റാണ്. നമ്മൾ മുമ്പോട്ട് പോകുന്നതോറാണെങ്കിലും സർവീസ് കോസ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മളൊരു സാധാ മാരുതിക്കാരൻ്റെ സർവീസ് കോസ്റ്റാണ് ബ്രസയ്ക്കും വരുന്നുള്ളൂ. പിന്നെ സർവീസ് നെറ്റ്വർക്ക്, അതായത് നമുക്ക് എവിടെ കൊടുത്തു കഴിഞ്ഞാലും വാഹനം സർവീസ് ചെയ്യാനും നല്ല രീതിയിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് സർവീസ് ചെയ്തും കിട്ടും. അതൊരു പോസിറ്റീവാണ്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോസിറ്റീവാണ് റീസെയിൽ വാല്യൂ. നമ്മുടെ നെക്സോണിൽ നെഗറ്റീവായിട്ട് പറഞ്ഞത് ഇവിടെ ബ്രസയിൽ പോസിറ്റീവാണ്. കാര്യം ഏറ്റവും കൂടുതൽ റീസെയിൽ വാല്യൂ ലഭിക്കുന്ന സെഗ്മെൻറ്റിലൊരു വാഹനവും നമ്മളുടെ ബ്രസയാണ്. ഇനി ബ്രസയിൽ പോസിറ്റീവ്സ് മാത്രമല്ല, ബ്രസയിൽ നെഗറ്റീവ്സ് ഉണ്ട്. അതിന് ഒന്നാമത്തെ നെഗറ്റീവ് നമുക്ക് ഈ ഒരു നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിൻ മാത്രമേ ഉള്ളൂ. ഒരു ടർബോ എഞ്ചിൻ നോക്കുന്നവർക്കോ ഒരു ഡീസൽ ഓപ്ഷൻ നോക്കുന്നവർക്കോ ബ്രസയിൽ ഇപ്പോൾ ഓപ്ഷൻസ് അവൈലബിൾ അല്ല. പിന്നെ കമ്പാരിറ്റീവ്ലി സെഗ്മെൻറ്റിലെ പ്രൈസ് കൂടുതലുള്ളൊരു വാഹനവും ബ്രസയാണ്. അതായത് ഇപ്പോൾ ഒരു ഓട്ടോമാറ്റിക് വേണമെങ്കിൽ നമ്മൾ ഏകദേശം 12,80,000 രൂപ എടുത്ത് കൊടുക്കണം. അതിനകത്ത് തന്നെ അത്യാവശ്യമായ ഫീച്ചേഴ്സ് ഒന്നും തന്നെ മാരുതി കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ സെഗ്മെൻറ്റിലെ ഒരു എക്സ്പെൻസീവ് കാറായിട്ട് നമുക്ക് ബ്രസ വേണമെങ്കിൽ പറയാം. അതൊരു നെഗറ്റീവാണ്. പിന്നെ നമുക്ക് അടുത്തൊരു ലെസ് ഫീച്ചേഴ്സ്, അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞോളം തന്നെ ഒരു ഓട്ടോമാറ്റിക് നമ്മൾ 13 ലക്ഷം രൂപ കൊടുത്ത് എടുത്തു. അതിനകത്ത് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ് ബ്രസയിൽ വരുന്നുള്ളൂ. അപ്പോൾ ഫീച്ചേഴ്സ് നോക്കുന്ന ഒരാൾക്ക് ഒട്ടും ഇഷ്ടമാവാത്തൊരു വാഹനവുമായിരിക്കും ബ്രസ. പിന്നെ ബ്രസ ശരിക്കും നമുക്കൊരു അണ്ടർ പവേർഡ് വാഹനമായിട്ട് പല സമയത്ത് ഫീൽ ചെയ്യും. ഇപ്പോൾ നമ്മുടെ സിറ്റി ഓട്ടത്തിനൊക്കെ ഓക്കെയാണ്, നമ്മുടെ ഡെയിലി യൂസിനും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പക്ഷേ നമ്മളൊരു ലോങ് ഹൈവേയിൽ കണ്ടിന്യൂസ് സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു 90-100 കിലോമീറ്റർ സ്പീഡ് കഴിഞ്ഞാൽ വാഹനം കയറാനായിട്ടും ബുദ്ധിമുട്ടാണ്. എഞ്ചിൻ അത്യാവശ്യം നോയ്സിയാണ്, അകത്തേക്ക് നമുക്ക് നോയ്സ് കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതൽ പവർ കൊടുത്ത് കാല് കൊടുത്ത് ഓടിക്കുകയാണെങ്കിൽ മൈലേജും അതുകൊണ്ട് ഡ്രോപ്പ് ആവും. അപ്പോൾ അതും ഒരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ ബ്രസയുടെ പറയാം. അതുപോലെ തന്നെ ബ്രസ സെഗ്മെൻറ്റിൽ അത്യാവശ്യം ബൾക്കിയായിട്ടും വലുപ്പമുള്ളൊരു വാഹനവുമാണ്. അതുകൊണ്ട് ബ്രസയ്ക്കകത്ത് അത്യാവശ്യം ബോഡി റോള് കാര്യങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ 10-15 ലക്ഷം ബഡ്ജറ്റിൽ നമുക്ക് മാരുതിയിൽ നിന്ന് 2 വാഹനങ്ങളുടെയും ലഭിക്കും. ഒന്ന് നമ്മളുടെ ഫ്രോങ്സ് ആണ്. ഫ്രോങ്സിൻ്റെ ഡെൽറ്റ പ്ലസ് ഓട്ടോമാറ്റിക് നിങ്ങൾക്കൊരു 10.15 ലക്ഷം രൂപയ്ക്ക് ലഭിക്കും. ടർബോ ആണെങ്കിൽ ടർബോയിൽ ഓട്ടോമാറ്റിക്കും മാനുവലും 11, 12, 13 ലക്ഷം രൂപ വരെ ബഡ്ജറ്റിൽ അവൈലബിൾ ആണ്. അതല്ല നിങ്ങൾക്ക് ഈ കോമ്പാക്ട് SUV വിട്ട് ഒരു ഫുൾ സൈസ് SUVയിലേക്ക് പോകണമെങ്കിൽ അവിടെയും ഓപ്ഷൻസ് അവൈലബിൾ ആണ്. കാരണം ഗ്രാൻഡ് വിറ്റാരയുടെ ബേസ് വേരിയൻറ്റും സെക്കൻഡ് വേരിയൻറ്റും 15 ലക്ഷം രൂപ താഴെ വരിക. സെക്കൻഡ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക്കിലേക്ക് പോകുമ്പോൾ, അതായത് ഡെൽറ്റ ഓട്ടോമാറ്റിക്കിലേക്ക് പോകുമ്പോൾ 15.5 ലക്ഷം രൂപയിൽ കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്കൊരു പ്രീമിയം വാഹനം, കുറച്ചും വലിപ്പമുള്ള വാഹനം വേണമെങ്കിൽ ഗ്രാൻഡ് വിറ്റാര വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. മൂന്നാമത്തെ വാഹനമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഹ്യൂണ്ടായി വെന്യു ആണ്. വെന്യുവിലേക്ക് വന്നു കഴിഞ്ഞാൽ വെന്യുവിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 9 ലക്ഷം രൂപ തൊട്ട് 18 ലക്ഷം രൂപ വരെയാണ് വെന്യുവിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. വെന്യുവിൽ നമുക്കൊരു 1.2 ലിറ്റർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്, 82 HP പവർ വരുന്നത്. പിന്നെ ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ വരുന്നുണ്ട്, 120 HP അടുത്താണ് അത് പവർ വരുന്നത്. വിത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 7 സ്പീഡ് DCT ഗിയർ ബോക്സ്. 1.2-ൽ 5 സ്പീഡ് മാനുവൽ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ നമുക്കൊരു ക്രെറ്റയിലൊക്കെ കാണുന്ന ഒരു പ്രോപ്പർ ഡീസൽ എഞ്ചിനും അവൈലബിൾ ആണ്. അതൊരു 1.5 ലിറ്റർ 4 സിലിണ്ടർ ടർബോ ഡീസൽ എഞ്ചിനാണ്. അത് 115 HP പവറൊക്കെ തരുന്ന അത് അടിപൊളി ഡീസൽ എഞ്ചിനാണ്. വിത്ത് 6 സ്പീഡ് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ 6 സ്പീഡ് മാനുവലും അവൈലബിൾ ആണ്. അപ്പോൾ
ഈ സെഗ്മെൻറ്റിലെ ഒരു പ്രോപ്പർ ഓട്ടോമാറ്റിക് കിട്ടുന്ന ഒരു വാഹനം ശരിക്കും നമ്മളുടെ വെന്യു ആണ്. പിന്നെ വെന്യുവിലും നമ്മളുടെ സോണറ്റിലും സിമിലർ ഓട്ടോമാറ്റിക് ലഭിക്കും. മറ്റു വാഹനങ്ങളെല്ലാം ഡീസൽ AMT ആണ് ലഭിക്കുക. വെന്യുവിൻ്റെ പോസിറ്റീവ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡ് ന്യൂ വാഹനമാണ് വെന്യു. ഇപ്പോൾ ഇത്രയും വാഹനങ്ങൾ നോക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തൊരു വാഹനമാണ് നമ്മളുടെ വെന്യു. പിന്നെ ഫീച്ചർ ലോഡറാണ്. സെഗ്മെൻറ്റിലെ മോസ്റ്റ് ഫീച്ചറിസ്റ്റിക് കാറും വെന്യു ആണ്. വെന്യുവിൻ്റെ ഒരു ബേസ് വേരിയൻറ്റ് തൊട്ടേ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഹ്യുണ്ടായി അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ബെറ്റർ ഇൻറ്റീരിയർ സ്പേസ് വെന്യു ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ ബാക്ക് സ്പേസിൽ അത്യാവശ്യം നല്ല, അല്ലെങ്കിൽ ബാക്ക് സീറ്റിൽ ഏറ്റവും കൂടുതൽ സ്പേസ് തരുന്ന ഒരു വാഹനവും നമ്മളുടെ വെന്യു ആണ്. പിന്നെ നമുക്കൊരു പ്രോപ്പർ ഡീസൽ ഓട്ടോമാറ്റിക് ലഭിക്കുന്ന ഒരു വാഹനവും വെന്യു ആണ്. പിന്നെ ബെറ്റർ ആഫ്റ്റർ സെയിൽസ് സർവീസ്, അതായത് ഹ്യുണ്ടായി വാഹനങ്ങൾ എടുക്കുന്നവർക്ക് ആർക്കും ആഫ്റ്റർ സെയിൽസ് സർവീസിനെ കുറിച്ചോ ഷോറൂമിൽ നിന്ന് പ്രത്യേകിച്ച് കൺസേൺസ് ഒന്നും ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഡീസൻ്റ് ആയിട്ടുള്ള റീസെയിൽ വാല്യൂ നമുക്ക് വെന്യുവിൽ തരും. ഇപ്പോൾ പഴയ വെന്യു ആണെങ്കിൽ നമ്മളിപ്പോൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ബ്രസ കഴിഞ്ഞാൽ ആ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ റീസെയിൽ വാല്യൂ തരുന്ന ഒരു വാഹനവും നമ്മളുടെ വെന്യു ആണ്. ഇനി വെന്യുവിൻ്റെ നെഗറ്റീവ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു നെഗറ്റീവായിട്ട് നമുക്ക് പറയാവുന്നത് അതിൻ്റെ സേഫ്റ്റിയാണ്. നമ്മൾ മറ്റ് വാഹനങ്ങളുടെ സേഫ്റ്റി നെക്സോണിൻ്റെ പറഞ്ഞിരുന്നു ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ ആണ്, ബ്രസയ്ക്ക് 4 സ്റ്റാർ ആണ്, അത് പറയാൻ മറന്നുപോയതാണ്. ഇപ്പോൾ വെന്യുവിലേക്ക് വന്നു കഴിഞ്ഞാൽ വെന്യുവിൻ്റെ ഗ്ലോബൽ ക്രാഷ് ടെസ്റ്റോ സംഭവങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല. അപ്പോൾ സേഫ്റ്റി പലവരുടെയും ഒരു കൺസേൺ ആണ്. പിന്നെ ഡീസൽ ഓട്ടോമാറ്റിക് നമുക്കൊരു HX5 വേരിയൻ്റ് ഡീസൽ ഓട്ടോമാറ്റിക് കിട്ടും. പക്ഷേ ആ ഒരു പ്രൈസിന്, അതായത് ഡീസൽ ഓട്ടോമാറ്റിക്കിന് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൈസിന് ഒരു ഹ്യുണ്ടായി കാറുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറച്ച് ഫീച്ചേഴ്സേ കൊടുത്തിട്ടുള്ളൂ. അതായത് ഡീസൽ ഓട്ടോമാറ്റിക്കിൽ പിന്നെ ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള വാഹനം വേണമെങ്കിൽ നമ്മൾ 18 ലക്ഷം രൂപയുടെ അടുത്ത് കൊടുക്കണം. അതിൻ്റെ ഇടയ്ക്കൊന്നും നമുക്കൊരു ഡീസൽ ഓട്ടോമാറ്റിക് അവൈലബിൾ അല്ല. അതും വേണമെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് പറയാം. പിന്നെ 1.2 പെട്രോൾ എഞ്ചിൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പക്ക അണ്ടർ പവേർഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. അതിനകത്ത് പിന്നെ AMT ഒന്നും കൊടുത്തിട്ട് കൂടിയില്ല. AMT കൊടുത്താൽ വീണ്ടും ലാഗാവും. പക്ഷേ അതെന്തോ ഹ്യുണ്ടായി കൊടുത്തിട്ടില്ല. പക്ഷേ ഒരു പേരിനൊരു 1.2 പെട്രോൾ എഞ്ചിൻ കൊടുത്തിട്ടുണ്ട്. അത് ശരിക്കും അണ്ടർ പവേർഡാണ്. അപ്പോൾ ഇതാണ് ഒരു നെഗറ്റീവ്. ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിയ 3 വാഹനങ്ങളിൽ അല്ലെങ്കിൽ ഈ സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ഫുൾ പാക്കേജായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു പുതിയ വാഹനം നമ്മളുടെ പുതിയ വെന്യു ആണ്. അടുത്ത വാഹനം സോണറ്റാണ്. വെന്യുവിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ വാഹനം തന്നെയാണ് നമ്മളുടെ സോണറ്റും. എഞ്ചിനും കാര്യങ്ങളെല്ലാം കിയയും ഹ്യുണ്ടായും ഷെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സോണറ്റിൻ്റെ പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ 9 ലക്ഷം രൂപ തൊട്ട് 18 ലക്ഷം രൂപ വരെയാണ് സോണറ്റിൻ്റെയും പ്രൈസ് റേഞ്ച് നിൽക്കുന്നത്. കാരണം സോണറ്റിൻ്റെ ടോപ്പ് എൻഡ് GT ലൈനൊക്കെ ഏകദേശം 17-18 ലക്ഷം രൂപയുടെ അടുത്ത് പ്രൈസ് വരുന്നുണ്ട്. പിന്നെ എൻജിൻ എക്സാക്ട്ലി സിമിലർ ആണ്. നമ്മുടെ വെന്യുവിൽ കൊടുത്തിരിക്കുന്ന എല്ലാ എൻജിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷൻസും നമുക്ക് സോണറ്റിലും അവൈലബിൾ ആണ്. പിന്നെ സേഫ്റ്റിയാണ് ഒരു ബിഗ് കൺസേൺ. സോണറ്റിൻ്റെ സേഫ്റ്റി റേറ്റിംഗ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഗ്ലോബൽ എൻക്യാപ്പിൽ 3 സ്റ്റാർ പോലും ലഭിച്ചിട്ടില്ല എന്നാണ് എനിക്ക് ഓൺലൈനിൽ നിന്ന് നോക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇനി ഈ വാഹനത്തിൻ്റെ പോസിറ്റീവ്സിലേക്ക് പോയി കഴിഞ്ഞാൽ സെഗ്മെൻറ്റിലെ മോസ്റ്റ് ഫീച്ചറിസ്റ്റിക് കാറ് കിയയുടെ സോണറ്റാണ്. അതായത് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ കൊടുത്ത് നമ്മളൊരു HTK+ വാഹനം വാങ്ങുകയാണെങ്കിൽ മറ്റ് പല മാനുഫാക്ചേഴ്സിൻ്റെ ടോപ്പ് എൻഡിലുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ആ വാഹനത്തിൽ കാണാൻ പറ്റും. അതായത് നിങ്ങൾ ഒരു 10 അല്ലെങ്കിൽ 11 അല്ലെങ്കിൽ 12 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങുന്ന ഒരു വാഹനത്തിൽ നിങ്ങൾ ഫീച്ചേഴ്സാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഫീച്ചേഴ്സാണ് നോക്കുന്നതെങ്കിൽ സോണറ്റായിരിക്കും ബെസ്റ്റ്. അതാണ് ഒന്നാമത്തെ പോസിറ്റീവ്. രണ്ടാമത്തെ പോസിറ്റീവ് നമ്മൾ വെന്യുവിൽ പറഞ്ഞോണം ഒരു പ്രോപ്പർ ഡീസൽ ഓട്ടോമാറ്റിക് കിട്ടും. വെന്യുവിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സോണറ്റിൻ്റെ ഡീസൽ ഓട്ടോമാറ്റിക്കിൽ കുറച്ചും കൂടി ഫീച്ചറിസ്റ്റിക് ആണ്. സെയിം ഓട്ടോമാറ്റിക് സെയിം എഞ്ചിൻ ലഭിക്കും, കുറച്ചും കൂടി ഫീച്ചേഴ്സ് അഡീഷണലി ലഭിക്കും. പിന്നെ നമുക്ക് ഹ്യുണ്ടായിൽ പറഞ്ഞ പോലെ തന്നെ വളരെ മികച്ചൊരു കസ്റ്റമർ സർവീസ് കിയയുടെ ഷോറൂമുകളിൽ നിന്ന് ലഭിക്കും. അത് ബിഗ്ഗസ്റ്റ് എന്താ പറയുക ഒരു പോസിറ്റീവായിട്ട് തന്നെ പറയാം. നമ്മൾ വാഹനം വാങ്ങാൻ ചെല്ലുന്ന സമയത്താണെങ്കിലും ആഫ്റ്റർ സെയിൽസിന് ശേഷമാണെങ്കിലും നമുക്ക് ബെസ്റ്റ് കസ്റ്റമർ സർവീസ് കിയയിൽ നിന്ന് ലഭിക്കും. നെഗറ്റീവ്സിലേക്ക് വരികയാണെങ്കിൽ ഒന്നാമത്തെ നെഗറ്റീവ് കിയയുടെ വാഹനങ്ങളിൽ എല്ലാ കൊല്ലവും നമുക്ക് അപ്ഡേറ്റ് വരാറുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഒരു അപ്ഡേറ്റ് വരാനുള്ളൊരു വാഹനം സോണറ്റാണെന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങളൊരു സോണറ്റ് ഈ പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ പുതിയ സോണറ്റ് ഇപ്പോൾ റീസെൻ്റിൽ വരുമ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക വേണ്ടായിരുന്നു എന്നുള്ളൊരു ഫീൽ വരും. കാര്യം ഇൻറ്റീരിയറിലായാലും എക്സ്റ്റീരിയറിലായാലും ആ ഒരു പഴയ ഡിസൈൻ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതൊരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ പറയാം. രണ്ടാമത്തെ നെഗറ്റീവ് ഇപ്പോൾ ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ ബാക്ക് സീറ്റിൽ ഏറ്റവും സ്പേസ് കുറവായിട്ടുള്ളൊരു വാഹനമായിട്ട് നമുക്ക് പുതിയ സോണറ്റ്
ഫീൽ ചെയ്യും. അതുപോലെ തന്നെ അത്യാവശ്യം ബോഡി റോളുള്ള ഒരു വാഹനവുമാണ് സോണറ്റ്. പിന്നെ നമ്മളിപ്പോൾ ഓൺലൈനിലൊക്കെ നോക്കുകയാണ് എങ്കിൽ സോണറ്റിന് മറ്റ് വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. എന്നാലും കുറച്ചധികം കംപ്ലയിൻറ്റുകൾ രജിസ്റ്റർ ചെയ്യും. ഇലക്ട്രോണിക്സ് പരമായിട്ട് കുറച്ചധികം കംപ്ലയിൻറ്റുകൾ പല ഓൺലൈൻ സൈറ്റുകളിലും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അത് വേണമെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് പറയാം. അതൊന്നും ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്ററാണ് സോണറ്റ്, ബട്ട് വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ഇതാണ് നെഗറ്റീവ്സ് ആയിട്ട് പറയാനുള്ളത്. അടുത്ത വാഹനം സ്കോഡയുടെ കൈലാക്കാണ്. സ്കോഡയ്ക്ക് ഒരു ഉയർത്തെണീപ്പ് കൊടുത്തൊരു വാഹനം എന്ന് വേണമെങ്കിൽ കൈലാക്കിനെ വിളിക്കാം. 2025 സ്കോഡയിൽ ഏറ്റവും കൂടുതൽ വിറ്റ ഒരു വാഹനവും കൈലാക്കാണ്. ഇപ്പോൾ കൈലാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് നോക്കുകയാണെങ്കിൽ 9 ലക്ഷം രൂപ തൊട്ട് 16 ലക്ഷം രൂപ വരെയാണ് കൈലാക്കിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഒറ്റൊരു എഞ്ചിൻ ഓപ്ഷനാണ് കൈലാക്കിൽ കൊടുത്തിട്ടുള്ളത്. അത് ബേസ് വേരിയൻ്റ് ടോപ്പ് എൻഡ് വരെ സെയിം എഞ്ചിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോൾ എഞ്ചിനാണ്. 115 HP പവറും 178 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പെട്രോൾ എഞ്ചിൻ. മൈലേജ് നോക്കുകയാണെങ്കിൽ ആവറേജ് മൈലേജ് 15 കിട്ടുമെന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്കൊരു 14-നും 17-നും ഇടയ്ക്കുന്നുള്ള രീതിയിൽ മൈലേജും പറയാം. ഇനി കൈലാക്കിൻ്റെ പോസിറ്റീവിലേക്ക് വന്നാൽ ഒന്നാമത്തെ പോസിറ്റീവ് സേഫ്റ്റി തന്നെയാണ്. സെഗ്മെൻറ്റിലെ മോസ്റ്റ് സേഫസ്റ്റ് കാർ കൈലാക്കാണ്. അത് നമുക്ക് വാഹനത്തിനകത്ത് കയറുമ്പോഴാണെങ്കിലും വാഹനത്തിൽ ഓടിക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഈ സെഗ്മെൻറ്റിലെ മോസ്റ്റ് ഫിറ്റ് ആൻഡ് ഫിനിഷ് തരുന്ന ഒരു വാഹനവും നമ്മളുടെ കൈലാക്കാണ്. ഒരു ജർമ്മൻ കാറിൻ്റേതായ ഫിറ്റ് ആൻഡ് ഫിനിഷ് കാര്യങ്ങളൊക്കെ നമുക്ക് കൈലാക്കിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞോണം അടുത്തൊരു പോസിറ്റീവായിട്ട് പറയാവുന്ന ഒരു എഞ്ചിനാണ്. സെഗ്മെൻറ്റിലെ മോസ്റ്റ് പെപ്പിയസ്റ്റ് എഞ്ചിൻ, ഓടിക്കാൻ നല്ല രസമുള്ള ഒരു എഞ്ചിനാണ്. കാല് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ്, എന്നാൽ ഡീസൻ്റായിട്ട് ഫ്യൂൽ എഫിഷ്യൻറ്റുമാണ്. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്, അതായത് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ക്ലാസിക് പ്ലസ് എന്ന് പറഞ്ഞ വേരിയൻറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു 11.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കൈലാക്കിൻ്റെ ഒരു പ്രോപ്പർ ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ ഒരു പ്രോപ്പർ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. 12 ലക്ഷം രൂപ താഴെ ആ വേരിയൻറ്റിൽ അത്യാവശ്യം ആക്സസറീസ് കൂടി ചെയ്യുകയാണെങ്കിൽ സെഗ്മെൻറ്റിൽ ബെസ്റ്റ് കാറ് എനിക്ക് കൈലാക്ക് എന്ന് പറയാം. ഒരു ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് കൈലാക്ക്. അതാണ് എൻ്റെ ഒരു പോസിറ്റീവ്. ഇനി നെഗറ്റീവ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ നെഗറ്റീവായിട്ട് പറയാവുന്നത് കൈലാക്കിൽ നമുക്ക് ആ ഒരൊറ്റ പെട്രോൾ എഞ്ചിൻ മാത്രമേ വരുന്നുള്ളൂ. CNGയുടെ ഓപ്ഷനോ അതല്ലെങ്കിൽ ഡീസലിൻ്റെ ഓപ്ഷനോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പിന്നെ കൈലാക്കിൽ ശരിക്കും കമ്പാരിറ്റീവ്ലി ഇൻറ്റീരിയർ സ്പേസ് കുറവാണ്. സ്കോഡ പല സ്ഥലങ്ങളിൽ ഇൻറ്റീരിയർ സ്പേസ് കൂടുതലുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ബാക്ക് സീറ്റിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ക്രാംഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ സ്പേസാണ് ശരിക്കും കൈലാക്കിൽ വരുന്നത്. 4 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാം. 5 പേർക്ക് ബാക്കിലെ സീറ്റിൽ 3 പേർക്ക് അത്ര കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഫ്യൂച്ചറിൽ വരാവുന്ന മെയിൻ്റനൻസ് കോസ്റ്റ്, അതാണ് പലവരും കൈലാക്കിൽ നിന്ന് ഇപ്പോഴും മാറി നിൽക്കാനുള്ള റീസൺ. കാര്യം ഇന്ത്യക്കാർക്ക് വേണ്ടി ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തൊരു വാഹനമാണെന്ന് സ്കോഡ പറയുന്നുണ്ടെങ്കിലും 5 കൊല്ലത്തെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും അതിനുശേഷം അതിന് റീസെയിൽ വാല്യൂ എന്താകും, അതല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് എങ്ങനെ വരും എന്നുള്ളൊരു കൺഫ്യൂഷനാണ് പലർക്കും ഉള്ളത്. അതും ഇതിനകത്തൊരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. അപ്പോൾ കൈലാക്കിൻ്റെ ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് എന്ന് പറയാവുന്നത് ഒരു 11.5 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്കൊരു ഓട്ടോമാറ്റിക് ലഭിക്കും. പിന്നെ നിങ്ങൾക്കൊരു പ്രോപ്പർ സേഫസ്റ്റ് കാർ ലഭിക്കും. പിന്നെ സെഗ്മെൻറ്റിലെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ലഭിക്കും. ആ സെഗ്മെൻറ്റിൽ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ലഭിക്കും. ഒരു കംപ്ലീറ്റ് പാക്കേജ്, അതായത് 12 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ പ്രോപ്പർ ഓട്ടോമാറ്റിക് പെട്രോള് അങ്ങനെ എല്ലാം ഒരു പാക്കേജായിട്ട് ലഭിക്കുന്ന ഒരു വാഹനവും നമുക്ക് വേണമെങ്കിൽ കൈലാക്കിനെ പറയാം. അടുത്തത് നമ്മുടെ XUV 3XO ആണ്. സെഗ്മെൻറ്റിലെ മോസ്റ്റ് പവർഫുൾ കാർ XUV 3XO ആണ്. 3XOയിൽ ഒരു ഡ്യുവൽ ടർബോ പെട്രോൾ എഞ്ചിൻ അവൈലബിൾ ആണ്. 131 PS പവറും 230 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന നല്ല അടിപൊളി പെട്രോൾ എഞ്ചിൻ. നമ്മൾ ഒരു സ്പോർട്സ് കാറിലൊക്കെ ഇരുന്ന് പോകുന്ന ഒരു ഫീലിലൊക്കെ നമുക്ക് കാല് കൊടുത്ത് കയറ്റാവുന്ന ഒരു വാഹനമാണ്. 0 to 100 ഒക്കെ 8.9 സെക്കൻഡ്സിലൊക്കെ വരും. അപ്പോൾ ഒരു പവർഫുൾ കാർ, സെഗ്മെൻറ്റിലെ മോസ്റ്റ് പവർഫുൾ കാർ എന്ന് തന്നെ നമുക്ക് XUV 3XO ആണ് പറയാം. 3XO സേഫ്റ്റി നോക്കുകയാണെങ്കിൽ സെഗ്മെൻറ്റിലെ സേഫസ്റ്റ് കാറാണ് 3XO. ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയൊരു വാഹനമാണ്. പിന്നെ നമുക്ക് 3XOയിൽ പെട്രോൾ എഞ്ചിൻ അവൈലബിൾ ആണ്. ഡ്യുവൽ ടർബോ പെട്രോൾ എഞ്ചിൻ വരുന്നുണ്ട്, ഡീസൽ എഞ്ചിനും വരുന്നുണ്ട്. മൈലേജ് നോക്കുകയാണെങ്കിൽ ഒരു 12 തൊട്ട് 20 വരെയൊക്കെ മൈലേജ് നമുക്ക് പറയാം പെട്രോളിലും ഡീസലിലും കമ്പൈൻ ചെയ്യുമ്പോൾ. ഇനി ഇതിൻ്റെ പോസിറ്റീവ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സെഗ്മെൻറ്റിലെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള പെട്രോൾ എഞ്ചിൻ ആണ് നിങ്ങൾ നോക്കുന്നത്. അല്ലെങ്കിൽ സെഗ്മെൻറ്റിലെ മോസ്റ്റ് പവർഫുൾ കാറാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് XUV 3XOയിലേക്ക് പോകാം. പിന്നെ ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് 3XO. അപ്പോൾ 3XOൻ്റെ റീസെൻ്റ്ലി നമുക്കൊരു റെവെക്സ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ഒക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും ഒരു വാല്യൂ ഫോർ മണി വേരിയൻ്റാണ് 3XOൻ്റെ. കാരണം ഒരു ടോപ്പ് എൻഡിലൊക്കെ കൊടുക്കുന്ന ഫീച്ചേഴ്സ് നമുക്ക് അതിനകത്ത് ലഭിക്കുന്നുണ്ട്. ഒരു പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ വരുന്നുണ്ട്. അപ്പോൾ ഒരു എന്താ പറയുക, ആളുകൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു വേരിയൻറ്റ്
ശരിക്കും നമുക്ക് 3XL അവൈലബിൾ ആണ്, അതൊരു പോസിറ്റീവായിട്ട് പറയാം. പിന്നെ ഡീസൽ അവൈലബിൾ ആണ് എന്നുള്ളൊരു പോസിറ്റീവാണ്. അതിനകത്ത് ഡീസലിൽ ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്, അത് AMT ഓട്ടോമാറ്റിക്കാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് പറയാവുന്ന ഒരു പോസിറ്റീവ് സെഗ്മെൻറ്റിൽ ബാക്ക് സീറ്റിൽ ഏറ്റവും കൂടുതൽ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഹനവും 3XO ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു വാഹനം. 15 ലക്ഷം രൂപ ബഡ്ജറ്റിൽ താഴെ ഒരു കോമ്പാക്ട് SUV സെഗ്മെൻറ്റിൽ XUV 3XO ആണ്. ഇനി 3XOൻ്റെ നെഗറ്റീവ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി കാണുന്ന കുറേ സംഭവങ്ങളാണ്. സർവീസിൻ്റെ ഇഷ്യൂ, മഹീന്ദ്രയുടെ പല വാഹനങ്ങൾക്കും ഷോറൂമുകളിൽ നിന്ന് ലഭിക്കുന്ന ഇഷ്യൂ. അതായത് ആട്ടിൽ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു വാഹനം ഉണ്ടാക്കാൻ അറിയാം, അതിൻ്റെ ആഫ്റ്റർ സെയിൽ സർവീസ് കമ്പാരിറ്റീവ്ലി മോശമാണ്, അതൊരു നെഗറ്റീവായിട്ട് പറയാം. പിന്നെ നമ്മൾ ഓൺലൈനിൽ കാണുന്ന കാര്യം തന്നെയാണ്, കൂടുതൽ കംപ്ലയിൻറ്റുകൾ വരുന്നൊരു വാഹനവും. ഇപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കംപ്ലയിൻറ്റുകളായിട്ട് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുന്നൊരു വാഹനവും നമ്മളുടെ 3XO ആണ്. പിന്നെ പെട്രോൾ 3XO ആണ് നിങ്ങൾ നോക്കുന്നത്, അത് പവർഫുൾ ആയിട്ടുള്ള പെട്രോൾ എഞ്ചിനാണ് നോക്കുന്നത് എങ്കിൽ മൈലേജ് നല്ലൊരു കൺസേൺ ആണ്. കാരണം ആ വാഹനം നമ്മൾ പവർഫുള്ളായിട്ട് തന്നെ ഓടിക്കുകയും ചെയ്യും, നല്ല രീതിയിൽ ഓടിക്കും. അപ്പോൾ മൈലേജ് 10-11 കിലോമീറ്ററൊക്കെ ആയിട്ട് മൈലേജ് വരാനായിട്ടുള്ളൊരു സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് 3XOൻ്റെ ഒരു നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ്സ് ആയിട്ട് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും വാഹനങ്ങളാണ് നമ്മൾ ഈ സെഗ്മെൻറ്റിൽ കൺസിഡർ ചെയ്യുന്നത്. അതായത് ബ്രെസ, നെക്സോൺ, വെന്യൂ, സോണറ്റ്, XUV 3XO ആൻഡ് കൈലാക്ക്, ഇത്തരം വാഹനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. വീഡിയോയുടെ കൺക്ലൂഷനിലേക്ക് വരാം. 10-15 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് കോമ്പാക്ട് SUV നിങ്ങൾ നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ മാനുവൽ നോക്കുന്നുണ്ട്. നമ്മൾ ഈ പറഞ്ഞ വാഹനങ്ങൾ ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഫുൾ പാക്കേജായിട്ട് നമുക്ക് ലഭിക്കുന്ന വാഹനം നമ്മളുടെ പുതിയ ഹ്യുണ്ടായി വെന്യൂ ആണ്. കാരണം 13 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾക്കൊരു ഡീസൽ ഓട്ടോമാറ്റിക് ലഭിക്കും, ഒരു 12 ലക്ഷം രൂപ ബഡ്ജറ്റ് തൊട്ട് നിങ്ങൾക്കൊരു പെട്രോൾ ഓട്ടോമാറ്റിക് ലഭിക്കും. നമ്മൾ കൊടുക്കുന്ന ബഡ്ജറ്റിന് വേണ്ട ഫീച്ചേഴ്സ്, നല്ലൊരു ആഫ്റ്റർ സെയിൽ സർവീസ്, നല്ലൊരു ഷോറൂം എക്സ്പീരിയൻസ്, ഒരു പുതിയ വാഹനം, മാക്സിമം ഇൻറ്റീരിയർ സ്പേസ്, ഇതെല്ലാം നോക്കുമ്പോൾ ഒരു കംപ്ലീറ്റ് പാക്കേജായിട്ട് എനിക്ക് ഈ സെഗ്മെൻറ്റിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വാഹനം നമ്മളുടെ ഹ്യുണ്ടായി വെന്യൂ ആണ്. വെന്യൂവിൽ ആകെ നമുക്കൊരു കൺസേൺ ആയിട്ട് പറയാവുന്നത് നമ്മളുടെ സേഫ്റ്റി മാത്രമാണ്. ഗ്ലോബൽ എൻക്യാപ്പ് ഒന്നും കഴിഞ്ഞിട്ടില്ല. അതല്ല, 15 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് തരുന്ന ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് കാറാണ് നോക്കുന്നത് എങ്കിൽ നമുക്ക് ബ്രെസയുടെ ZXi ഓട്ടോമാറ്റിക് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. നമുക്ക് നല്ലൊരു പെട്രോൾ എഞ്ചിൻ ലഭിക്കുന്നുണ്ട്, ലോ മെയിൻ്റനൻസ് കോസ്റ്റാണ്, അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം തരുന്നുണ്ട്, നമുക്കൊരു പക്ക ബെറ്റർ ആയിട്ടുള്ള റീസെയിൽസ് വാല്യൂവും ലഭിക്കും. അപ്പോൾ ഡീസൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വെന്യൂ കൺസിഡർ ചെയ്യാം. അതല്ല, പെട്രോളാണ് നോക്കുന്നത്, 15 ലക്ഷം രൂപ താഴെ ഒരു ബഡ്ജറ്റിലുള്ള ബെസ്റ്റ് ഓട്ടോമാറ്റിക് നിങ്ങൾ നോക്കുന്നുണ്ട്, ഒട്ടും കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാത്തൊരു വാഹനമാണ് നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ബ്രെസ കൺസിഡർ ചെയ്യാം. മറ്റു വാഹനങ്ങൾ മോശമെന്നല്ല, ഇപ്പോൾ 15 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിലുള്ള ഒരു ഓട്ടോമാറ്റിക് മതി, അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് മതി, ഒരു സേഫസ്റ്റ് കാർ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈലാക്ക് നോക്കാം. അതല്ല, കുറച്ചും കൂടിയും നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് നിങ്ങൾ നോക്കുന്നത് ഫീച്ചേഴ്സ് മാത്രമാണ് എങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ സോണറ്റ് നോക്കാം. എല്ലാ വാഹനങ്ങളും നല്ലതാണ്, പക്ഷേ ഇതിനകത്ത് ബെസ്റ്റ് 2 വാഹനം നോക്കുകയാണെങ്കിൽ പുതിയ വെന്യൂ അല്ലെങ്കിൽ പുതിയ ബ്രെസയാണ്, അല്ലെങ്കിൽ ബ്രെസയുടെ ZXi വേരിയൻ്റാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ചെയ്യാനുള്ള റീസൺ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജുകൾ വരുന്നുണ്ട്. എല്ലാ മെസ്സേജുകളിലും ഉൾപ്പെടുന്ന വാഹനങ്ങൾ ഈ 10-15 ലക്ഷം രൂപ ബഡ്ജറ്റിൽ വരുന്നതാണ്. അത് കൂടുതൽ കോമ്പാക്ട് SUV ആണ്, കൂടുതലും ഓട്ടോമാറ്റിക്കാണ്. അപ്പോൾ ഇങ്ങനെ വാഹനം നോക്കാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ഈ വീഡിയോ ഒരു യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.